നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങളുടെ സ്വപ്നസുന്ദരമായ വീടുകൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്ന എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള കിഴക്കമ്പലം പഞ്ചായത്തിൽ കിഴക്കമ്പലം ടൗണിനോടടുത്തായി മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ്, ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെ പ്ലോട്ടുകളുടെ വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും 350 മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ വീട് വരുന്നത് 6 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2900 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളായി വരുന്ന ഈ വീടിനൊരു സ്റ്റഡി റൂമും നൽകിയിട്ടുണ്ട്. 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന മെയിൻ ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. മനോഹരമായ വിശാലമേറിയൊരു മുറ്റമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് കാണാം, വലിയ 3 വാഹനങ്ങൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് വെൽ വാട്ടറും മാത്രമല്ല KWA കണക്ഷനുമാണ്. നമുക്ക് കാണാം, നല്ല മനോഹരമായ ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് അലങ്കരിച്ച നല്ലൊരു കിണറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കിണർ ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഗാർഡനുകൾ ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് അത് റെഡിയാക്കിയിരിക്കുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിലെ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല വരുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നല്ല മനോഹരമായ ഒരു എലിവേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം, ക്ലാഡിംഗ് സ്റ്റോൺ എല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. നല്ല കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ച 2 പാളികളോട് കൂടിയ മെയിൻ ഡോറാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി 2900 സ്ക്വയർ ഫീറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഇവിടുത്തെ ബെഡ്റൂമായാലും ലിവിങ് സ്പേസ് ആയാലും ഡൈനിങ് സ്പേസ് ആയാലും കിച്ചൺ ആയാലും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നല്ല ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. പഴയകാലത്ത് ഒരു ട്രഡീഷണൽ മോഡലാണ് ഇവിടുത്തെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല LED വാം ലൈറ്റുകൾ നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കേസ് നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. മാത്രമല്ല ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ ഡൈനിങ് സ്പേസിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ധാരാളം ഷെൽഫുകളെല്ലാം നൽകി ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കട്ട്ലറി ക്രോക്കറികളെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളും നമുക്ക് ഈ ഡൈനിങ് സ്പേസിൻ്റെ കോർണറിൽ ലഭ്യമാണ്. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല മൾട്ടിവുഡിൽ കവർ ചെയ്ത് നല്ലൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. മനോഹരമായ രീതിയിൽ ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചൺ കൗണ്ടറിൽ നല്ല ഭംഗിയിൽ തന്നെ മൾട്ടിവുഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ വർക്കുകൾ ചെയ്തിരിക്കുന്നു. ധാരാളം ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല കിഴക്കോട്ട് ദർശനമായാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. മാത്രമല്ല വൈറ്റ് കളർ ഗ്ലോസി ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ കിച്ചൺ കൂടാതെ നമുക്ക് സെക്കൻഡറി കിച്ചൺ കൂടി അവൈലബിൾ ആണ്. കിച്ചണിൽ 2 സിങ്കുകളാണ് നൽകിയിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സുകൾക്കായി സെറ ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇനി നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. നല്ല നീളത്തിലുള്ള മനോഹരമായ ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയും ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട്. കിച്ചൻ്റെ ബാക്ക് വശത്തായി വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വേണമെങ്കിൽ ചെറിയ രീതിയിൽ തന്നെ അടുക്കളത്തോട്ടം നിർമ്മിക്കാനുള്ള സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല വാർഡ്രോഫ് നല്ലൊരു വലിപ്പത്തിലുള്ള വാർഡ്രോഫാണ്. വാർഡ്രോഫിൻ്റെ കാര്യം എടുത്തു തന്നെ പറയണം. നല്ല ധാരാളം ഷെൽഫുകളുള്ള വാർഡ്രോഫാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം നമുക്ക് കാണാം. നല്ല ക്യൂട്ടായിട്ടുള്ള ബാത്റൂമാണ്. നല്ല മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ കമ്പാർട്ട്മെൻറ്റായി തിരിച്ച് തന്നെയാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 2900 സ്ക്വയർ ഫീറ്റ് വരുന്നതുകൊണ്ട് തന്നെ എല്ലാ ബെഡ്റൂമുകൾക്കും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകൾ നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെ ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിലുള്ള 4 കമ്പാർട്ട്മെൻറ്റ് വാർഡ്രോഫാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സെറാപ്പ് ആൻഡ് സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിനായി ടഫ് ആൻഡ് ഗ്ലാസും സ്റ്റെയിൻ സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ്. 2 ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു സ്റ്റഡി റൂമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ 3rd ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സ്പേസിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നൽകിയിട്ടുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർത്തും വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയൊരു വീടാണ്. മെറ്റീരിയൽസ് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളും മാത്രമല്ല GMD സ്വിച്ചസ് പോലെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ 4th ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂമാണ്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. വേണമെങ്കിൽ സ്റ്റഡി റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ളൊരു റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫ്ലഡ് എഫക്റ്റ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്.
മാത്രമല്ല കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. ആലുവയിലേക്ക് 10ഓളം കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വെറും 300-350 മീറ്റർ മാത്രം ദൂരവും, തൃപ്പൂണിത്തുറയിലേക്ക് 13ഓളം കിലോമീറ്റർ ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററോളം ദൂരവും, തൊട്ടടുത്തുള്ള സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് വെറും 1.5 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന 6 സെൻറ്റിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും ഒരു സ്റ്റഡി റൂമായും ഒരു യൂട്ടിലിറ്റി റൂമായും വാട്ടർ സോഴ്സിന് കിണർ വെള്ളവും KW കണക്ഷനുമുള്ള 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസുമുള്ള ഈ വീടിന് ചോദിക്കുന്ന വില 1,20,00,000 രൂപയാണ്. വില നെഗോഷ്യബിളാണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.